ഞങ്ങളുടെ ആഫ്രിക്കൻ ബൗളിന് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിച്ചാണ്, ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്ന്. ഞങ്ങൾ അൺബോക്സിങ്, കാര്യമായിട്ടുള്ള അൺബോക്സിങ് ഒന്നും ചെയ്യുന്നില്ല, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് ചോദിച്ചതുണ്ടോ. ഇതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഹാൻഡ് മെയ്ഡാണ് ഇതെല്ലാം. ഈ കിളിയെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇതുണ്ടോ, ആഫ്രിക്കയിൽ നിന്ന് പോലും ഇങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ ഇതുണ്ടോ, ഇത് ആഫ്രിക്കൻ ബൗളിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2 എണ്ണം വാങ്ങിച്ചു. ഇനി കാണിക്കാവേ, ഞാൻ 1-2 സാധനങ്ങളും കൂടെ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, ഒരു ചെറിയ ഫേസ് ആഫ്രിക്കൻ ബൗളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ ജിറാഫിനെ കണ്ടോ, ഇത് ഞങ്ങൾ ദോഹയിലായിരുന്നു. അപ്പം അവിടെ ഇതുപോലെ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആഫ്രിക്കൻ ബൗളിൽ നിന്ന് വാങ്ങിച്ചത്. ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നൊന്ന് ഇതുപോലെ വാങ്ങിച്ചതല്ല. നോക്കിക്കേ, രസമില്ലേ ഇത് കാണാൻ. ഇനി കാണിക്കാവേ. ഇതെല്ലാം ഞങ്ങൾ കൊച്ചുമക്കളേക്ക് ഇപ്പോൾ ഉണ്ടോ, ഇവിടെ വെച്ച് ഞങ്ങൾ എടുത്തതാണ് 2 പേരുടെയും ഫോട്ടോസ്. ഇതെല്ലാം ഞങ്ങളുടെ ദോഹ കളക്ഷൻ. ഇനി കാണിക്കാവേ. ഇത് ഇതുപോലെ ആഫ്രിക്കൻ ബൗളിൽ നിന്ന് വാങ്ങിച്ചു തന്നെയത്. ഇത് നോക്കിക്കേ. ഇനി വേറൊരു ബേർഡും കൂടെ ഉണ്ട്. നോക്കിക്കേ, ഇതും ആഫ്രിക്കൻ ബൗളിലെ ബേർഡാ. നോക്കി എങ്ങനെയുണ്ട് ഇത് കണ്ടോ. ഇതെനിക്ക് ഇന്നലെ ഒരാൾ പുറത്തു പോയപ്പോൾ സമ്മാനമായിട്ട് വാങ്ങിച്ചുകൊണ്ടെന്നതാണ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട്. അതെ, നീ ഒരാളല്ലേ എനിക്ക് തരാനുള്ളൂ, എൻ്റെ ഭർത്താവ്. ഒരാളിന് ഇത് കണ്ട് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലും എല്ലാം കറങ്ങിയതും ദുബായ് കിടന്ന് കറങ്ങിയ ഫോട്ടോ എല്ലാം കൂടെ ഞങ്ങളൊരു വലിയ പോസ്റ്റർ ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഒരു ഹാപ്പി ഫാമിലിയായിട്ട് ഞങ്ങളുടെ ബോട്ടിങ്ങിനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഷിപ്പ് സെയിലിംഗ് ആണ്. ഇതേ എങ്ങനെയുണ്ട് ഫാമിലി. എല്ലാ ഫോട്ടോസും നല്ല കൊളാഷ് ചെയ്താ. എൻ്റെ ഐഡിയ ഇത്. എനിക്കെപ്പോഴും കാണാം, പിള്ളേരെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇത് കണ്ടോ, ഈ ഫോട്ടോ കണ്ടോ. ഇത് അവിടെ പോയപ്പോഴത്തെ ഈ ഫോട്ടോ എന്ന് പറയാമോ? ഇത് നോക്കി, ഇത് സഫാരി വേൾഡ്. ഇത് കണ്ടോ, എൻ്റെ ഒരു ചെടിയുണ്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ഇതിൻ്റെ കിട്ടിയതാണ്. വലിയ കുഴപ്പമില്ലാതെ എന്താ പറയുക, അല്ല ഇസഡ് പ്ലാന്റ്. അത് തന്നെ ഒരു വർഷം ചീത്തയായിട്ടുണ്ട്. ഇതേ വേറൊരു സൂത്രം കാണിക്കാവേ. ഇത് കണ്ടോ, ഞങ്ങളുടെ ബോൺസായി. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ ബോൺസായി. ഇതേ ഒരു കിളിയൊക്കെ വന്നിരിപ്പുണ്ട്. ബോൺസായി കൊള്ളാവോ? എൻ്റെ ബോൺസായിയുടെ വെൽക്കമൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഈ മൂലക്കൊരു ചെടി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റുകളും എല്ലാമായിട്ട്. ഇതുണ്ടോ, ഇതേ പഴയ ഒരു പാത്രമാണ്. അതിനകത്ത് നമ്മൾ കയറൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കിയിട്ട് തൂക്കിയിട്ടേക്കുന്നതാണ്. നല്ല അടിപൊളി ഒരു മണി പ്ലാന്റും കൂടെ വെച്ച് ഉണ്ടോ. നമ്മുടെ കാണിച്ചിട്ടില്ല. കാണിക്കാത്തതുണ്ടോ? ഇത് കാണിക്കാം. ഇതൊക്കെ ഇത് ആഫ്രിക്കൻ ബൗളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതുണ്ടോ, ഞാൻ ചുമ്മാ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുന്നതാണ്. വേണ്ട, ഇതിനെ ചെറിയ സ്പൂണുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ
ആഫ്രിക്കൻ പവലിനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതേ ആഫ്രിക്കൻ പവലിനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ടോ, ഇതെന്താ ഇത് ഇവിടെ നിന്ന് എടുക്കുക. അതാ ഇതേ ഇതുപോലത്തെ വുഡൻ കാർവിങ്സ് വളരെ ഇത് ഷുഗറൊക്കെ എടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം. ഇതുണ്ടോ, ഇതിൻ്റെ എല്ലാവരും വാങ്ങിച്ചു, ഞങ്ങളെല്ലാവരും വാങ്ങിച്ചായിരുന്നു. വുഡ് വർക്ക് വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള. ഇതുണ്ടോ, ഞങ്ങളെല്ലാവരും വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ടോ, ഇത് ഒരെണ്ണം ഡോട്ടിൻ്റെ. കാണിച്ചു. പിന്നെ വേറെ ചെറുതും കൂടെ ഉണ്ട്. ചെറുതൊരെണ്ണം. ഇത് ഷുഗറിനകത്ത് ഇടാൻ കൊള്ളാം. നോക്കി, ഇത് നല്ല രസമല്ലേ. ഇത് ഇങ്ങനെ ഉണ്ട്. സൂപ്പർ. ഓക്കെ, ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പം പൊടി തൂക്കലും പൊടി വൃത്തിയാക്കലും തന്നെ ഒരു പണിയാണ്. ഇതൊക്കെ ആഫ്രിക്കൻ ബൗളിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് അവിടെ നിന്ന് കുറച്ച് അവരുടെ സ്ക്രബും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ഷിയ ബട്ടറിൻ്റെ ഓയിൽ വാങ്ങിച്ചു. ഇത് ഷിയ ബട്ടറിൻ്റെ ഓയിലും പിന്നെ ഒരു സ്ക്രബും ഒരു ക്രീമും കൂടെ വാങ്ങിച്ചായിരുന്നു. ഇച്ചിരി വില കൂടുതലായെന്ന് തോന്നുന്നു. എൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ അവർ പറയുന്നുണ്ടായിരുന്നു അവരിതിന് വിലക്കുറവിലാണ് വാങ്ങിച്ചതെന്നൊക്കെ. പിന്നെ അവിടെ ക്യാൻവാസിങ് ആണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒന്ന് വാങ്ങിച്ചതാണ്. സ്ക്രബൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഇതുവരെ തുറന്നൊന്നുമില്ല. ഇങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ ഷോപ്പിങ്ങും. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര താല്പര്യം. പക്ഷെ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല കേട്ടോ. ചീത്തയാവെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഷോക്കേസിലൊക്കെയെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. ഈ പാത്രത്തിലിങ്ങനെ ചുമ്മാ ഇട്ട് വെച്ചിട്ട് ഒക്കെ ഇരിക്കുകയായിരുന്നു. ചുമ്മാ ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഇനി ഒന്നവർ അറേഞ്ച് ചെയ്യണം. പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മുത്തൊക്കെ വെച്ച് ലാസ്റ്റ് കണ്ടോ. പിന്നെ അത് തന്നെ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. രസമുണ്ടല്ലേ. ദൂരത്തും കിടക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ആഫ്രിക്കൻ ബൗലിൽ വാങ്ങിച്ചത്. ഇത് മരത്തിൻ്റെ ഇത് ഉണ്ടോ. ഇവിടെ ഞങ്ങളുടെ ഒരു അറേഞ്ച്മെൻറ്റാണ്. ഒരു സെറ്റ് പ്ലാന്റ് കൂടി ഇരിപ്പുണ്ട്. ഇതുണ്ടോ, റെഡ് ഇഞ്ചിൻ ഇരിക്കുന്നതുണ്ടോ. അങ്ങനെ ഇവിടെ നോക്കിയാൽ ഞാൻ എൻ്റെ പഗ്ഗിനെ വാങ്ങിച്ചേക്കുന്നുണ്ടോ. ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചാണ്. ചെടി നടാൻ വേണ്ടി വാങ്ങിച്ചേക്കുന്നത്. ചെടി നടന്നു. ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചത്. അതുപോലത്തെ ഒരു കുഞ്ഞ് ആന ഇരിപ്പുണ്ട്, പിങ്ക് ആന. ഗ്രേസിന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നടാതെ ചെടിയൊന്നും നടാതിരിക്കുകയായിരുന്നു. പിങ്ക് ആന വേണമെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെയാണ്. ഇവിടെ കണ്ടോ ഞങ്ങളുടെ കോർണർ, വേറൊരു കോർണർ. ഇത് ഞങ്ങൾ ബാലിയിൽ നിന്ന് വെച്ച ബാലി ഇതുണ്ടോ എൻ്റെ അടി. ഇത് കണ്ടോ, ഞങ്ങളുടെ ബാമ്പ് വെട്ടിക്കളഞ്ഞപ്പോൾ ആ കഷ്ണം മുഴുവൻ ഞാൻ കളക്ട് ചെയ്ത് അതിനകത്ത് എന്താ വെച്ചേക്കുന്നതെന്ന് അറിയാമോ? പറയാമോ? ഇത് ഞങ്ങൾ ഇവിടെ ബീച്ചിലൊക്കെ പോകുമ്പം അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അതല്ല ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുക. കാണുന്നതെല്ലാം ഞാൻ പറക്കും, എന്നെ ഓടിക്കും ഒരാൾ. ഉണ്ടോ, അതായത് ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ
ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടോ? ഇതൊക്കെ എൻ്റെ ദോഹയിലെ കളക്ഷനാണ് ഇതൊക്കെ. ഇത് വേറെ ഒരെണ്ണം കാണുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം വാങ്ങിക്കും. ഇതേ വേറൊരു ഡ്രീം ഗേൾ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഡ്രീം ഗേൾ കിടന്ന് ഉറങ്ങുന്നു. എൻ്റെ രാത്രിയിലെ ഉറക്കമുളച്ച് എൻ്റെ ഭർത്താവ് ചെയ്യുന്ന വർക്കാണിത്. കാണിക്കാതെ നോക്കി. ഇത് ഞാൻ ഈ സ്റ്റാൻഡ് മാറ്റാവേ, ഇവിടെ ഒന്ന് കാണിക്കാം. ഈ കോണർ ചെയ്തേക്കുന്ന ഒരു ബേർഡൊക്കെ ഉണ്ട്. ബേർഡിനെയൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ? ഇവിടെ മറഞ്ഞു, സകല സാധനങ്ങളും കൊണ്ടൊന്ന് വെച്ച് ഇവിടെ ഒന്ന് മറഞ്ഞു. ഇതൊരു പെൻസിൽ ഡ്രോയിങ് ആണ്, കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. ഇപ്പം എത്ര ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ? അത് ഡേറ്റ് എത്ര ചെയ്തിട്ടുണ്ട്? 02. ഇത് കണ്ടോ? ഇതൊന്നും പക്ഷേ അതൊന്ന് ചുളിയാൻ തുടങ്ങി. ഇത് കണ്ട ഞങ്ങളുടെ വേറെ ഒരു കളക്ഷൻ. ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ആണ്, വാലന്റൈൻസ് ഡേയുടെ കളക്ഷന് അല്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഇത് കണ്ടോ? ഇത് കെവിൻ ചെയ്തതാണ്. ഒരു ഗോൾഡൻ വർക്ക് ചെയ്തതൊക്കെ കെവിൻ ചെയ്തതാണ് കണ്ടോ? ഇത് ഞങ്ങളുടെ ഒരു വേറൊരു ഫാമിലി ഫോട്ടോ. അങ്ങനെ ഇത് കണ്ടോ? ഇത് ഞങ്ങൾ ചെയ്തതാണ്. ഇത് നോക്കിക്ക്, ഞങ്ങളുടെ പൊടിയൊക്കെ പിടിക്കാൻ തുടങ്ങി. ഡാഡി, ഇതാരാ? കെവിൻ, കെസിയ, ജോർഡൻ, ഗ്രേസ്, ഡാനി, എറിക്ക, മമ്മി, എല്ലാവരും കൂടെ. ഡാഡിയും മമ്മിയും അറ്റത്ത് 2 പേര്, നടുക്കതേ ഇതെല്ലാവരും കൂടെ ഇരിക്കുന്നു. ഇത് ഞങ്ങളുടെ ശ്രീലങ്കൻ കളക്ഷനാണ്. ഇത് ഞങ്ങൾക്ക് 2-3 കൂടെ ഉണ്ട്. ഇത് വെക്കാൻ ഇനി സ്ഥലമില്ലാത്ത കാരണം വെക്കാതെ ഇരിക്കുക. ഇനി എവിടെയെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യണം. അതൊക്കെ ഇതുകൊണ്ട് ഞങ്ങൾ കിളികളെയൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ കൂടെ വെച്ച് ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സൂപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഐഡിയ. ഇങ്ങനെയുണ്ട്, ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇത് നമ്മൾ ഡെൻമാർക്കിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് ഞങ്ങളുണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഒരു ചെറിയ ഇതൊക്കെ ഇട്ടിരിക്കുക. മദർ ആൻഡ് ചൈൽഡ് ഒരു കോമ്പറ്റീഷന് വേണ്ടി ചെയ്തതാണ്. ഈ പ്രൈസും കിട്ടിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അത് ഞങ്ങൾ കൊണ്ടുവന്നു ദോഹയിൽ നിന്ന് വന്നപ്പം. ഇത് ഞാനൊരു എയർപോർട്ടിൽ നിന്ന്, ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചത്. ഇത് ഡെൻമാർക്കിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് അവിടുത്തെ ഒരു വിൻചൈം പോലെ രസമാണ്. ഇതിൻ്റെ അവിടെ നിന്ന് വേറെ കുറച്ച് മാഗ്നറ്റ്സും ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ മാഗ്നറ്റ്സ് കളക്ഷൻ ഇത് കെട്ട് കണക്കിനുണ്ട്.